എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതാ കുറേ നാളിന് ശേഷം ഞാനൊരു ഡൈനിമ ലൈഫായിട്ട് വന്നിട്ടുണ്ട്. കുറേ നാളെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ നാളായി തോന്നുന്നു. ഡൈനിമ ലൈഫ് ഇപ്പോൾ ഒരു 2 മാസത്തോളമായി തോന്നുന്നു ചെയ്യാത്തത്. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെയും എൻ്റെ മക്കളെയും ഒരു ദിവസമാണ് കേട്ടോ. നമ്മുടെ കച്ചു ഇതാ ഫുൾ വോൾട്ടേജിൽ നിന്നിട്ടുണ്ട്. ഹായ് പറയാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റ് നേരെ മണ്ണിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് കളിക്കാനായിട്ട് പോയിട്ട് ആൻലിക്കുട്ടി വന്നിട്ടുണ്ട്. കുരുത്തക്കേടിൻ്റെ ഒക്കെ സൈഡിലത്തെ കൈ ആൻലിക്കുട്ടിയുടെ ആയിരിക്കും കേട്ടോ. ആൻലിക്കുട്ടി ഓരോന്ന് തുടങ്ങി വെക്കും, പിന്നെ അത് കച്ചു അങ്ങ് വെയിറ്റ് ചെയ്തോളും കേട്ടോ. ഇപ്പോൾ ചൂടായതിനു ശേഷം ഞാനിതാ ഈ ഒരു പരിപാടിയാണ്. ടാങ്ക് കലക്കി വെക്കും, പിള്ളേരാവും നല്ലോണം വെള്ളം കുടിച്ചോളും ചെയ്യേ. ഷുഗറൊക്കെ കുറച്ച് മാത്രമേ ഇടാറുള്ളൂ ഇവർക്ക് കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ. പിന്നെ ഇതാ ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെ കലക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൻലിക്കുട്ടിയും കച്ചു നന്നായിട്ട് വെള്ളം കുടിച്ചോളും. ഇന്നൊരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലീനിങ് പരിപാടിയാണ് എൻ്റെ വീഡിയോസിൽ ഞാൻ കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അമ്മ ഇന്ന് വീട്ടിലില്ല, അപ്പം ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കിടയിലുള്ള യുദ്ധവും എല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ കാണാനായിട്ട് പറ്റുവേ. ഇവിടെ 2 ദിവസം കൂടുമാണ് ഞങ്ങൾ തറയൊക്കെ തുടക്കാറ്. ഞാൻ ഇപ്പുറത്തുനിന്ന് തറ തുടക്കും, അവരപ്പുറത്തുനിന്ന് അവരെ പരിപാടി ചെയ്യും. നമ്മുടെ മോപ്പും ബക്കറ്റും വാങ്ങിച്ചിട്ട് ഇപ്പോൾ 4 വർഷത്തോളം ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു നായ ഉണ്ടല്ലോ, അത് മൊത്തം കടിച്ച് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും അത് വർക്കാവാണ്ടൊന്നുമില്ല, വർക്കാവുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെ ഒന്ന് ചവിട്ടി കൊടുക്കണം എന്ന് മാത്രം കേട്ടോ. ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് എന്തായാലും ഈ ഒരു ഫീൽഡിൽ നിന്ന് മോശം അനുഭവത്തിനേക്കാളും നല്ല അനുഭവങ്ങളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. വീഡിയോസ് ഇടാത്ത സമയത്ത് എന്നോട് ആൾക്കാർ അന്വേഷിക്കാറുണ്ട്, എന്താ ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണാതെ ഇടാറൊന്നും ഇല്ലേ, സ്റ്റോപ്പ് ആക്കിയോന്ന്. ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ വരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. മോണിറ്റൈസേഷൻ ആക്കി എടുക്കുന്നത് വരെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഫീൽഡ് ഞാൻ എന്തായാലും ഒഴിവാക്കില്ല. ഇങ്ങനെ ഒരു സൈഡ് വഴി ഇത് കൊണ്ടുപോകും. പിന്നെ ഇത് മാത്രമല്ലല്ലോ ഞങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ സൈഡായിട്ട് ഞാൻ മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. രണ്ടും ഒരുമിച്ചാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ കസിൻസൊക്കെ ചേർന്ന് ഇപ്പോൾ ചെറിയൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മെച്ചപ്പെടുത്തി എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അതൊരു സ്റ്റാൻഡിലായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ യൂട്യൂബിൽ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവും. എന്ത് തന്നെ വന്നാലും ഞാൻ ഈ ഒരു ഫീൽഡ് നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്നെ കണ്ടില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ചെറിയ ബിസിനസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഹാമ്പറിൻ്റെ പരിപാടിയാണ്. ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടാക്കിയിട്ട് സർപ്രൈസ് ആയിട്ട് ഓരോ വീടുകളിൽ കൊണ്ടു കൊടുക്കുക. പിന്നെ കൊറിയർ സർവീസും ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കൊറിയറിനേക്കാളും കൂടുതൽ ഡെലിവറിയാണ് വരുന്നത്. കൊറിയർ ഞങ്ങൾക്ക് 1 or 2 മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കി മൊത്തം ഡെലിവറിയാണ് വന്നിട്ടുള്ളത്. ഈ ഡെലിവറി ചെയ്യൽ കുറച്ച് പാടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ കസ്റ്റമറിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. ചിലരാണെങ്കിൽ നന്നായിട്ട് നടത്തിക്കും, അതിന് ശേഷം പറയും ഇതല്ല വേണ്ടതെന്ന്. ആ സമയത്ത് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്താണെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു ഫീൽഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ ഇപ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹാമ്പർ ഉണ്ടാക്കുന്നുണ്ട്, യൂട്യൂബ് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല എന്താ പറയുക മെൻ്റൽ പ്രഷറും ഉണ്ട്. മക്കളാണെങ്കിൽ ഇടയ്ക്ക് നല്ല വാശിയായിരിക്കും. അവർ പ്രായം അതാണല്ലോ, അവർക്കിപ്പോൾ കുരുത്തക്കേടൊക്കെ കളിക്കേണ്ട പ്രായം തന്നെയാണ്. അപ്പോൾ മൊത്തമാകുമ്പോൾ നല്ല മെൻ്റൽ പ്രഷർ കൂടിയുണ്ട്. പിന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഡൗൺ ആക്കാനും ഒരുപാട് പേര് നമ്മുടെ ലൈഫിലേക്ക് വരും. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. 2-3 ദിവസമായിട്ട് ഡെലിവറി കഴിഞ്ഞ് നട്ടപ്പാതിരക്കാണ് കയറി വരാറ്. അപ്പോൾ ഈ തുടപ്പും കാര്യങ്ങളൊന്നും നടക്കാറില്ല. തുണിയാണെങ്കിൽ ഒരുപാടുണ്ട് മടക്കാനായിട്ട് കേട്ടോ. ഇതൊക്കെ മടക്കി ഒതുക്കി വെക്കുമ്പോഴേക്കും ഞാനൊരു വകയാവും എന്നുള്ളതാണ് സത്യം. എനിക്കിഷ്ടപ്പെട്ട ഫ്രോക്ക് നൈറ്റി ആയിരുന്നു ഇത്. പക്ഷേ എങ്കിലുണ്ടല്ലോ ഇതിൻ്റെ സ്റ്റിച്ച് വിട്ടിട്ടുണ്ട്, അത് ഞാൻ കയ്യോടെ അടിച്ചെടുത്തിട്ടുണ്ട്. മടക്കാനുള്ള തുണികളിൽ കൂടുതലും എൻ്റെ ഈ മക്കളെ ഡ്രസ്സ് തന്നെയായിരിക്കും. വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച ദിവസമാണെങ്കിലുണ്ടല്ലോ ലിജിയായിട്ടാണെങ്കിൽ കോൾ വിളിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് പകുതി വെച്ച് കട്ടാവും. അതാണ് ഈ എന്താ പറയുക വാലും തലയും ഇല്ലാത്ത അവസ്ഥ. ദിവസം എഴുന്നേൽക്കുന്ന സമയത്താണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എടുക്കുക.
അങ്ങനെ നമ്മുടെ തുണി മടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ റൂം ഏകദേശം ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഒന്ന് അടിച്ചു വരേണ്ട ഇതേ ഉള്ളൂ. ആലിയും കച്ചും വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ചെവിട് ഉണ്ടാവില്ല, ഒരാൾ വിളിച്ചാൽ പോലും കേൾക്കില്ല. അത്രയും സൗണ്ടിലാണ് ഇവർ രണ്ടുപേരും TV വെക്കുക കേട്ടോ. അങ്ങനെ ഒരു കഴിഞ്ഞ വീഡിയോസിന് എനിക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടിനോട് സൗണ്ട് കുറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ രണ്ടും കേട്ടില്ല. അങ്ങനെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നോക്കുന്നത് കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം നാട്ടിൽ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഞാനിങ്ങനെ മുഖം കഴുകിക്കൊണ്ടേയിരിക്കും. എനിക്ക് ഒരു പൊടി ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. എൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിയുമ്പോൾ ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. പിള്ളേർ രണ്ടും ഇതാ മാമീൻ്റെ മുറ്റത്തുനിന്ന് കുരുത്തക്കട് കളിക്കുന്നുണ്ട്. രണ്ടിനും ഞാൻ ഫുഡൊക്കെ കൊടുത്തതാണ്, പക്ഷേ ഇതാ വീണ്ടും എൻ്റെ ഒന്നിച്ച് കഴിച്ചോട്ടെ എന്ന് കരുതി വിളിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും കളിക്കുന്ന തിരക്കിലാണേ. ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ, അകത്തുനിന്നുള്ള കളി വളരെ കുറവാണ് കേട്ടോ. പുറത്ത് മുറ്റത്തുനിന്ന് മണ്ണിലും അതുപോലെ തന്നെ വെള്ളം എടുത്തിട്ടൊക്കെയാണ് കൂടുതലും കളിക്കാറ്. അതുകൊണ്ട് തന്നെ ഇവരെ നോക്കി നിൽക്കാനായിട്ട് ഒരാൾ തന്നെ വേണം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. വൈകുന്നേരം ആയപ്പോൾ അമ്മയുടെ ബ്രെഡൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ചപ്പോൾ കുറച്ച് സമാധാനമായിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ കഴിയാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം.